ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ കാലത്തിന് ശേഷമാണ് നമ്മളിന്ന് പിന്നെയും കാണുന്നത്. നമ്മളിന്നൊരു യാത്ര പോവാണ്. ഇന്ന് നമ്മൾ വാൻകൂറിൽ നിന്നും നമ്മൾ കിങ്സ്റ്റണിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. സോ നമ്മൾ രാവിലെ എണ്ണീറ്റു ഊബറൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ എയർപോർട്ടിലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. ഇനി നമ്മൾ 12 മണിയായി, 1:45 ഫ്ലൈറ്റ്. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. ഞങ്ങളിരുന്ന സെറ്റിലെല്ലാം ആയി. കറക്റ്റ് ടൈമിനായിരുന്നു ബോർഡിങ്ങും എല്ലാം. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ വാൻകൂറാണുള്ളത്. വാൻകൂറിൽ നിന്ന് നമ്മൾ ടൊറൻറ്റോയ്ക്കാണ് പോകുന്നത്. നമുക്ക് ടൊറൻറ്റോ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ നിന്നാണ് നമ്മൾ കിങ്സ്റ്റൺ പോകുന്നത്. ചേച്ചിയും ചേട്ടായും കിങ്സ്റ്റണിലാണ് താമസിക്കുന്നത്. നമ്മളപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഫസ്റ്റ്. സോ നല്ല രസമായിരുന്നു നമ്മൾ പോയ ടൈമിലുള്ള ആ വ്യൂ. കാരണം ആ ഒരു ടൈം, ഒരു ആഫ്റ്റർനൂൺ ടൈം ആയപ്പോഴത്തേനും നല്ല രസമായിരുന്നു. ക്ലൗഡ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫ്ലൈറ്റൊക്കെ നല്ലതായിരുന്നു. നല്ല സർവീസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ പോയ ടൈമിൽ. യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ടൊറൻറ്റോ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുവാണ്. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും ഏകദേശം ഈവനിങ് ടൈമായി. വാൻകൂറും ടൊറൻറ്റോയും തമ്മിൽ 3.5 hours ടൈം സോൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈവനിങ് ടൈമായിരുന്നു അവിടെ. അതാണ് നമ്മൾ നല്ല അടിപൊളി സൺസെറ്റൊക്കെ കണ്ടാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. നല്ല വ്യൂ ആയിരുന്നു ആ ടൈമിൽ. നമ്മൾ കാണാൻ സേഫ് ലാൻഡിങ് ആയിരുന്നു. യാതൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരെ കാണാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ ടൊറൻറ്റോ എയർപോർട്ടിലെത്തി. ഇപ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ് എക്സിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കിനിയും അവിടെ ചേച്ചിയും ചേട്ടായും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ കാണാം. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സെക്യൂരിറ്റി ചെക്കും എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ ടൊറൻറ്റോയിൽ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഭയങ്കര എല്ലാവരെയും പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്ന് ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടുപിടിച്ചു. അങ്ങനെ ഒത്തിരി വർഷത്തിന് ശേഷം, ഏകദേശം ഞാൻ ചേച്ചിയെ കാണുന്നത് 1.5 years ശേഷമാണ് ഞാൻ ചേച്ചിയെ കാണുന്നത്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കിങ്സ്റ്റൺ എത്തി. നമ്മളങ്ങനെ കിങ്സ്റ്റണിലെത്തി. ഇന്നലെ രാത്രി 2 മണിക്കാണ് നമ്മൾ കിങ്സ്റ്റണിലെത്തിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നു, കിടന്നുറങ്ങി. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ അത്യാവശ്യം ഇൻ്റർവ്യൂവിന് പോയിരിക്കുന്നു. നമ്മൾ രണ്ടുപേരും കൂടെ, ഞാനും ചേച്ചിയും കൂടെ രാവിലെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ കുറച്ച് ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ലേക്ക് കാണാമെന്ന് വിചാരിച്ച് നമ്മൾ രണ്ടുപേരും ലേക്ക് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുവാണ്. സോ എൻ്റെ മുടിയൊക്കെ ഭയങ്കര അലമ്പായിട്ട് കിടക്കുകയാണ്. ഇവിടെ ഭയങ്കര കാറ്റാ. നല്ല രസം കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇവിടുത്തെ വ്യൂ എന്നുള്ളത്. ഇതാണ് ഇവിടുത്തെ വ്യൂ. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഇവിടെ. നമ്മളിപ്പോൾ ഉള്ളത് ലേക്ക് ഒണ്ടാരിയോയിലാണ്. ഇതാണ് ഇവിടുത്തെ ലേക്ക്. ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലെ എഴുന്നേറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് നടക്കാനാണെങ്കിലും അതേപോലെ അവരുടെ വീടിൽ നിന്ന് നോക്കുന്ന വ്യൂ ആണെങ്കിലും നല്ല നല്ല ഭംഗിയാണിത് കാണാൻ. ഫോണിൽ എത്രത്തോളം നിങ്ങൾക്കത് കാണുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നത്രയും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ലേക്കാണെന്ന് പറഞ്ഞാലും ചെറിയ രീതിയിലുള്ള വേവ്സ് ഉണ്ട്. എന്നാലും നമുക്ക് ഡേഞ്ചറായിട്ടുള്ള വേവ്സും കാര്യങ്ങളും ഒന്നുമല്ല, ചെറിയ രീതിയിലുള്ള വേവ്സ് ആണുള്ളത്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടെ ഒരു കോഫിയൊക്കെ മേടിച്ച്, ഐസ് കോഫിയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നത്. ചേച്ചിയുടെ കോളേജ് ഇവിടെ അടുത്താണ്. അപ്പം ഞങ്ങൾ ആ കോളേജും കൂടെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ഈ ലേക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ്. ഇതിനകത്ത് നമുക്ക്
ഇവിടെ ഒരുപാട് ആൾക്കാർ പല പല ആക്ടിവിറ്റീസും കാര്യങ്ങളും അതേപോലെ പിക്നിക്കിനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് എല്ലാ ആൾക്കാരും പുറത്തായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ലൈഫിലൊക്കെ ഒരു റിലാക്സേഷനും ഒക്കെ വേണ്ടിയിട്ട് വന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഇവിടെ. അതേപോലെ ഇവിടെ ഇത് ശരിക്കും കിങ്സ്റ്റൺ എന്ന് പറയുന്നത് നമ്മുടെ കാനഡയുടെ ക്യാപിറ്റലായിരുന്നു നേരത്തെ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ US കാണാൻ പറ്റും. US കിങ്സ്റ്റണും ഏകദേശം അടുത്തടുത്താണ്, ഒരുപാട് ബോർഡർ ലൈനിലാണ് ഉണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ കിങ്സ്റ്റൺ ക്യാപിറ്റലായിരുന്നു. ഈ കിങ്സ്റ്റൺ ക്യാപിറ്റൽ മാറ്റാൻ തന്നെ കാരണം ഇത് തന്നെയാണ്. പണ്ട് US കാനഡയും തമ്മിൽ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു വാറും കാര്യങ്ങളും പെട്ടെന്നുണ്ടാവാതെ ഉണ്ടാവാതിരിക്കാനാണ് ഇവിടുന്ന് ഈ ക്യാപിറ്റൽ തന്നെ ഇവർ ചേഞ്ച് ചെയ്തത്. കിങ്സ്റ്റൺ ഉള്ള കാനഡയുടെ ക്യാപിറ്റൽ അവർ മാറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാണുന്നത് ഇവിടുത്തെ ഫെറിയാണ്. ഇതിനോട് തൊട്ടടുത്താണ് 1000 ഐലൻഡ് എന്ന് പറയുന്നത്. ഏകദേശം 1000 ഐലൻഡുകളോളം ഉള്ള ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ US നമ്മൾ കയറുന്ന എൻട്രിയാണ്. ഇത് അങ്ങോട്ട് പോകാനുള്ളൊരു ഫെറിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, $32 ആണോ പെർ പേഴ്സണ് വേണ്ടിയിട്ട്. ഇവർ എല്ലാ ഐലൻഡ്സും നമ്മളെ കൊണ്ടുപോയി കാണിക്കും. പക്ഷേ US ഐലൻഡ്സിൽ നമുക്ക് ഇറങ്ങണമെങ്കിൽ US വിസ വേണം. എങ്കിൽ മാത്രമേ നമുക്കത് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഫെറിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഫെറിയാണ് ആ കണ്ടത്. നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നുള്ളൂ. അപ്പോഴത്തേനും അച്ചാച്ചന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എത്താനായി എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് അച്ചാച്ചന് വേണ്ടിയിട്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല കാമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ അച്ചാച്ചൻ ഞങ്ങളെ 2 പേരെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോയി. നല്ല അടിപൊളി വിശപ്പായിരുന്നു. വീട്ടിൽ ചെന്ന് ചേട്ടൻ ഉണ്ടാക്കി അടിപൊളി ബിരിയാണി കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളിവിടുത്തെ കാനഡാസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജോൺ എ മക്ഡൊണാൾഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അദ്ദേഹം ഇവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സോ അയാളുടെ വീടും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും അവരൊരു മ്യൂസിയത്തിനകത്ത് എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ ഇതും കൂടെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഏരിയയിൽ തന്നെ അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അദ്ദേഹം എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നതെന്നും അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു മ്യൂസിയം രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെയായിരുന്നു ഇദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. ഈ പോകുന്ന വഴിയിൽ ഈ 2 സൈഡിലും കാണുന്നത് ആപ്പിൾ മരമാണ്. പല വെറൈറ്റി ആയിട്ടുള്ള ആപ്പിൾ മരങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ടാണ്, എന്നാലും 1-2 ആപ്പിളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഓരോന്നും ഓരോ വെറൈറ്റി ആപ്പിൾസാണുള്ളത്. അങ്ങനെ അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആപ്പിൾ കാണുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ആപ്പിളില്ല. നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് കൂടുതലും ബ്ലൂബെറിയും സ്ട്രോബെറിയും അങ്ങനത്തെ ബെറീസൊക്കെയാണ്. ഇതുപോലത്തെ ആപ്പിൾ മരങ്ങൾ നമുക്കവിടെ കുറവാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാനഡയിൽ വന്നിട്ട് തന്നെ ആപ്പിൾ കാണുന്നത്.
കാണുന്നതാണ് ജോൺ എ മക്ഡൊണാൾഡിൻ്റെ വീട്. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇദ്ദേഹവും ഒക്കെ ഈ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണ്. പക്ഷെ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ എത്ര പുതുമയോടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ. ഈ കിങ്സ്റ്റണെ ലൈംസ്റ്റോൺ സിറ്റി എന്നും കൂടെ ഇതിനൊരു പേരുണ്ട്. കാരണം ഇവിടുത്തെ വീടുകളെല്ലാം ഏകദേശം ലൈംസ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയത്. പഴയ കാലത്തുള്ള വീടുകളൊക്കെയാണ്. അതുകൊണ്ടാണ് ഇത്രയും ഭംഗി ഇവിടുത്തെ വീടുകൾക്കെല്ലാം. ആ പഴയ രീതിയിലുള്ള എൻജിനീയറിങ്ങും പഴയ രീതിയിലുള്ള ആർക്കിടെക്ട് രീതിയിലുമാണ് ഇവിടുത്തെ വീടുകളെല്ലാം ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാൻ. He lived here from 1848 to 49 for 13 months with his first wife Isabella and their first son John Jr. The layout of the house is as it would have been in the 1840s. So we have the dining room, parlor, drawing room. Down the hall to the right is Isabella's bedroom. Downstairs is the kitchen and the cellars. Upstairs is the maid's bedroom and then exhibits on the second floor, which covers a bit of heavier content regarding MacDonald's political legacy. So feel free to take your time up there. We can answer any questions if you have any. And of course we ask that you don't touch the objects because it's a museum. But there are. ഇതാണ് ജോൺ എ മക്ഡൊണാൾഡിൻ്റെ വീട്. കാനഡാസ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ വീടാണിത്. അദ്ദേഹം 1815 ജനുവരി 10 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കുറേ ചൈൽഡ്ഹുഡ് ട്രോമോസും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ചാണ് അയാളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 1840 അദ്ദേഹം ഈ വീട് ബിൽഡ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഓൺ ആർക്കിടെക്ചർ രീതിയിലാണ് അദ്ദേഹം ഈ വീട് ബിൽഡ് ചെയ്തത്. ഇദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ തന്നെ ഇദ്ദേഹം ലോ പഠിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ 18-ാം വയസ്സിൽ സ്വന്തമായിട്ടൊരു ഓഫീസ് ഓപ്പൺ ചെയ്യുകയും അതിൽ ലോ പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. അങ്ങനെ അദ്ദേഹം പല ആൾക്കാരുമായിട്ട് കണക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്ന് അദ്ദേഹം ബിസിനസ്സിലേക്ക് ഇൻട്രസ്റ്റ് കണ്ടു. അങ്ങനെ മുന്നോട്ട് പോയി ലോയിലും ബിസിനസ്സിലും ഒരുപാട് ആൾക്കാരുമായിട്ട് കോണ്ടാക്ട്സ് വന്ന് 1843 ഇദ്ദേഹം പൊളിറ്റിക്സിലോട്ട് ഫസ്റ്റ് ടൈം ഇറങ്ങുന്നത്. പൊളിറ്റിക്സിൽ ഇയാൾ ഒരുപാട് ഫൈറ്റ് ചെയ്തും ഒരുപാട് കാര്യങ്ങളും ചെയ്തും 1867 ഇദ്ദേഹം കാനഡയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചുകൊണ്ടിരുന്നത്, ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ വൈഫും. ഇദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ കസിനെ തന്നെയായിരുന്നു. ഫസ്റ്റ് മാരേജ്. ഇസബെല്ല എന്നാണ് വൈഫിൻ്റെ പേര്. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇസബെല്ല. ഈ റൂം ഇസബെല്ല താമസിച്ചുകൊണ്ടിരുന്ന റൂമായിരുന്നു. ഇവിടെയായിരുന്നു ഇസബെല്ല താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 2 years മാത്രമേ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഇസബെല്ലയ്ക്ക് ഓരോരോ രോഗങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഭയങ്കരമായ സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഇസബെല്ലയ്ക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ഈ മുറിയിലായിരുന്നു ഇസബെല്ലയുടെ ജീവിതം മുഴുവൻ എന്ന് പറയാം. ഏകദേശം 14 വർഷം ഇവരുടെ മാരേജ് ലൈഫ് മുന്നോട്ട് പോയി. അതിനുശേഷം ഇസബെല്ല മരിക്കുകയായിരുന്നു. ഇസബെല്ലയ്ക്ക് ജോൺ എ മക്ഡൊണാൾഡിനും 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അവരുടെ ആദ്യത്തെ കുട്ടി ഏകദേശം 13 മാസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. അതിനുശേഷം അവർ മരണപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ കുട്ടിയാണ് ഹ്യൂ ജോൺ മക്ഡൊണാൾഡ് എന്ന് പറയുന്നത്. അദ്ദേഹം 1950 ജനിച്ചത്. ഏകദേശം 79 വർഷം അദ്ദേഹം ജീവിച്ചു. ഈ ചെയറിൻ്റെ ബാക്കിൽ കാണുന്നത് കുഞ്ഞൊരു വാതിലാണ്. ഈ വാതിൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യാനുണ്ടായിരുന്നു. പണ്ടത്തെ വീടുകളല്ലേ, അപ്പോൾ പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമുക്കതൊന്ന് ഓപ്പൺ ആക്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ഞങ്ങൾ പോയത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. നല്ല അടിപൊളി കിച്ചണായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ കുറേ ഇതെല്ലാം നമുക്ക് ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇവർ ശരിക്കും അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഈ സാധനങ്ങളെല്ലാം. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്ന റെസിപ്പീസൊക്കെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഓരോ ഐറ്റംസ് ഇവരുണ്ടാക്കുന്നത്, അവരുടെ ഓൾഡ് റെസിപ്പി ബുക്കുകളൊക്കെ അവിടെ ഉണ്ട്. അതേപോലെ നമ്മൾ ഇതിനകത്ത് കയറി ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സൗണ്ട് കാരണം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റാത്തത്. ശരിക്കും നമ്മൾ ഈ ഒരു ഹൊറർ മൂവിയൊക്കെ കാണുന്നൊരു ഫീലാണ്. ഒരു മൂളിപ്പാട്ടും ഈ
പാത്രങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സൗണ്ടും ഒക്കെ അവർ ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു ഹൊറർ മൂവി ഫീലാണ് ഈ കിച്ചണിനകത്തോട്ട് കയറിയ ടൈമിൽ. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു ഇത് എവിടുന്നാണ് ഈ പാട്ട് കേൾക്കുന്നത്. പിന്നീടാണ് മനസ്സിലായത് ഇവർ ആ ഒരു അടുക്കളയുടെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ ഇഷ്ടം പോലെ മെയ്ഡ്സ് വർക്ക് ചെയ്തിരുന്നു. ഒരുപാട് മെയ്ഡുകൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ടത്തെ എല്ലാ പാത്രങ്ങളാണെങ്കിലും അതേപോലെ പണ്ട് യൂസ് ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളും അവർ അതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓവൻ, പണ്ടത്തെ ബ്രെഡൊക്കെ മേക്ക് ചെയ്യുന്ന ഓവനുകൾ, അതേപോലെ പാത്രങ്ങൾ, അന്ന് അവരെന്തെല്ലാം ഉപയോഗിച്ചോ അതെല്ലാം അവർ അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ബേസ്മെൻ്റാണ്. ഇതൊരു ഒരു പാർട്ടി ഏരിയ പോലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വൈനും അതേപോലെ തന്നെ മദ്യവും കാര്യങ്ങളൊക്കെ അവർ സൂക്ഷിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഇവിടെ ആയിരുന്നു കാണും അവർ പാർട്ടി ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈനുകളും അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവർ അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ വീട്ടിലേക്ക് കയറുന്ന കറക്റ്റ് എൻട്രൻസ് നമുക്ക് കാണാൻ പറ്റും. ഇത് പഴയ രീതിയിലുള്ള ഷൂസും കാര്യങ്ങളൊക്കെയാണ് ഈ വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഇവരുടെ ലോണ്ട്രി റൂമായിരുന്നു. ഇവിടെയാണ് ലോണ്ട്രി റൂം. ഇവിടെ ഒരു ബോർഡുണ്ട്. നമുക്കിഷ്ടമുള്ളതൊക്കെ നമുക്ക് പേപ്പറിൽ എഴുതി നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്യാം. ഇതാണ് ഇവരുടെ ലോണ്ട്രി റൂം. പണ്ട് ഇങ്ങനെയായിരുന്നു ഇവർ തുണിയൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ലെവലിലായിരുന്നു. ഇത് തുണി അലക്കാൻ വേണ്ടിയിട്ടുള്ള ഡിറ്റർജൻറ്റും അതേപോലെ ഓരോരോ സാധനങ്ങളൊക്കെ പണ്ടത്തെ മോഡലിലുള്ളതെല്ലാം അവർ അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് യൂസ് ചെയ്തിരുന്ന പെട്ടിയും കാര്യങ്ങളും എല്ലാം അവർ യൂസ് ചെയ്തിരുന്ന സിങ്കും അതേപോലെ പൈപ്പും എല്ലാ കാര്യങ്ങളും അവർ അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നേരെ അപ്സ്റ്റേഴ്സിലേക്കാണ് പോകുന്നത്. ഇത് ഏകദേശം ഒരു 3 സ്റ്റോറി ബിൽഡിംഗ് എന്ന് നമുക്ക് പറയാം. അത്രയും വലിപ്പമുള്ളതാണ്. നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് ഇവിടുത്തെ മെയ്ഡിൻ്റെ റൂമാണ്. ഇതിൻ്റെ 2nd ഫ്ലോറിൽ ഇവിടുത്തെ മെയ്ഡ് എന്ന് പറഞ്ഞാൽ മെയ്ഡുകളുടെ മെയിനായിട്ടുള്ള ചീഫ് മെയ്ഡ് താമസിച്ചുകൊണ്ടിരുന്ന റൂമാണ് ഈ കാണുന്നത്. ഇദ്ദേഹം രാവിലെ ഇവർക്ക് എന്തൊക്കെ ഡ്യൂട്ടീസാണ് ചെയ്യേണ്ടതെന്നുള്ളത് അസൈൻ ചെയ്ത് അവർ പേപ്പറിൽ എഴുതി ഇവർക്ക് കൊടുക്കുകയും ഈ ചീഫ് മെയ്ഡ് ബാക്കിയുള്ള മെയ്ഡ്സിന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് പ്ലാൻ ചെയ്ത് നൽകുകയുമായിരുന്നു ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ ചെന്നപ്പോഴാണ് ടേബിളിൽ നമ്മൾ ബൈബിൾ കണ്ടത്. അവർ പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന അന്നത്തെ കാലത്തെ ബൈബിളാണ് അവിടെ വെച്ചിരുന്നത്. പിന്നെ അതേപോലെ അവർ യൂസ് ചെയ്തിരുന്ന കണ്ണാടി, പണ്ടത്തെ രീതിയിലുള്ള ഗ്ലാസും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഏകദേശം ഒരു 3 മുറിയും കൂടെ ഉണ്ട്. പക്ഷെ അതൊന്നും അവർ ഓപ്പൺ ആക്കിയിട്ടില്ല. അത് ഇവിടുത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ്. ഏകദേശം ഒരുപാട് മുറിയുണ്ട് ഈ ഒരു വീട്ടിനകത്ത്. പുറത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് അത്രയും തോന്നുന്നില്ലെങ്കിലും ഉള്ളിൽ ഭയങ്കര വലിയ വലിപ്പമുള്ള വീടാണ്. പിന്നെയും അപ്സ്റ്റേഴ്സിലേക്ക് നമ്മൾ വന്നു. ഈ ഒരു ഏരിയ ആണ് ഫുൾ മക്ഡൊണാൾഡ്സിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ ഒരു 3-4 മുറിക്കുള്ളിലാണ് ഇവർ പ്രോപ്പറായിട്ടെല്ലാം വെച്ചിരിക്കുന്നത്.
മുറിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഒരു പ്ലേ റൂം പോലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾ ഉപയോഗിച്ചിരുന്ന കളിക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, അവരുടെ മെമ്മറീസാണ് ഈ റൂമിൽ മൊത്തത്തിൽ അവർ വെച്ചിരിക്കുന്നത്. അന്ന് കുഞ്ഞ് കിടന്ന തൊട്ടിൽ, അതേപോലെ അവർ കളിച്ചുകൊണ്ടിരുന്ന ടോയ്സ്, പിന്നെ അവരന്ന് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞു ചെരുപ്പ്, കുഞ്ഞുടുപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതും അത്രയും വർഷങ്ങൾ, ഒരുപാട് വർഷങ്ങൾ, അത്രയും വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഏകദേശം അന്ന് ഏത് ടൈപ്പ് വാൾപേപ്പറായിരുന്നു അവർ യൂസ് ചെയ്തിരുന്നത് അത് തന്നെ അവർ ഏകദേശം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നോക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരുന്നത് ജോൺ എ മക്ഡൊണാൾഡിൻ്റെ റൂമിലേക്കാണ്. ഇതായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ റൂം. അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹാറ്റാണ് ആ ബെഡിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ അന്ന് യൂസ് ചെയ്തിരുന്ന ക്ലോക്ക്, അതേപോലെ അന്ന് അദ്ദേഹം എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന പെന്ന്, അതേപോലെ റൈറ്റിംഗ് പാഡ്, എല്ലാ കാര്യങ്ങളും അവർ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇത്രയും വർഷം പഴക്കം ചെന്നതായിട്ട് പോലും അതിലൊരു ഒന്നും നശിക്കാതെ അത്രയും രീതിയിലാണ് ആ കാര്യങ്ങൾ. നമുക്കൊന്നിലും തൊടാനോ ഒന്നും പറ്റത്തില്ല. അത് ഓൾറെഡി അവർ കയറുമ്പോൾ തന്നെ നമ്മളോട് പറയും ഒരു സാധനത്തിൽ നിങ്ങൾ തൊടരുതെന്ന്. അത് ഇവിടെ എല്ലാ ആൾക്കാരും ആ റൂള് അനുസരിച്ചാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ആരും ഒന്നിലും ടച്ച് ചെയ്യുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ കയറുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലൈബ്രറി, അതുപോലൊരു റൂം പോലാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും, അദ്ദേഹത്തിൻ്റെ ബുക്സ്, കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇവിടെ തന്നെയായിരുന്നു വെച്ചിരുന്നത്. ഇവിടുന്ന് മേളിലേക്കുണ്ട്, പക്ഷെ നമുക്കത് ഓപ്പൺ അല്ല. അവരിത്രയും മാത്രം ആണ് ആകെ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ആ മുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത മുറി എന്ന് പറയുന്നത് അന്ന് യൂസ് ചെയ്തിരുന്ന ബാത്റൂം. ഇങ്ങനെയായിരുന്നു. ബാത്റൂമിൽ എന്തൊക്കെയായിരുന്നു ഈ കാണുന്നത്? ബാത്ത് ടബാണ്. അന്നത്തെ കാലത്തെ ബാത്ത് ടബാണ് ഈ കാണുന്നത്. പിന്നെ അദ്ദേഹം ഈ ഒരു ടൈപ്പ് മക്ഡൊണാൾഡ് ഈ ഒരു ടൈപ്പ് ഡ്രസ്സായിരുന്നു ധരിച്ചുകൊണ്ടിരുന്നത്. ഇതും ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതാണ് പ്രോപ്പറായിട്ടുള്ള ബെഡ്റൂം. മറ്റേത് അദ്ദേഹം റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു റൂമാണ്. ഇതും അദ്ദേഹത്തിൻ്റെ ഒരു ബെഡ്റൂമാണ്. അന്ന് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അവർ അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. And remind them of these beautiful teachings that they've always carried. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഏറ്റവും താഴെ വന്നു. നമ്മൾ എൻട്രൻസ് കയറി അടുത്ത് അവിടെ ഒരു ലിവിങ് റൂം ഉണ്ട്. ആ ലിവിങ് റൂമാണ് ഈ കാണുന്നത്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ജോൺ എ മക്ഡൊണാൾഡിൻ്റെ സെമിത്തേരിയിലേക്ക് ഞങ്ങൾ പോയി. അദ്ദേഹത്തിനെ ഈ കിങ്സ്റ്റണിൽ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ഫാമിലി എല്ലാം ഇവിടെ കിങ്സ്റ്റണിൽ തന്നെയാണ് അവർ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി. ഈ താഴെ കാണുന്ന ഈ ഒരു ഏരിയ മൊത്തം ഇവരുടേതായിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ കാണുന്ന വലിയ ഇതാണ് ജോൺ എ മക്ഡൊണാൾഡിൻ്റെ കല്ലറ എന്ന് പറയുന്നത്.
ഈ ഫസ്റ്റ് കാണുന്നത് ഇസബെല്ലയ്ക്കും മക്ഡൊണാൾഡിനും ഉണ്ടായ ആദ്യത്തെ മോനാണ്. 13 മാസമേ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുള്ളൂ. അവരുടെ കല്ലറയാണ്. രണ്ടാമത് ഇത് ഇസബെല്ലയുടെ കല്ലറയാണ് കാണുന്നത്. ഇസബെല്ല മരിച്ചതിന് ശേഷം ജോൺ എ മക്ഡൊണാൾഡ് ആഗ്നസ് എന്ന് പറയുന്ന ഒരാളെ കല്യാണം കഴിക്കുകയും അവർക്ക് മാർഗരറ്റ് മേരി മക്ഡൊണാൾഡ് എന്ന് പറയുന്ന ഒരു മോളുണ്ടാവുകയും ചെയ്തു. പക്ഷേ ആ കുട്ടിക്ക് നടക്കാനോ അതേപോലെ തന്നെ ബ്രെയിൻ ഡാമേജ് ഇഷ്യൂസും ഉണ്ടായിരുന്നു. അതും അവർ കുറച്ചു കാലമേ ജീവിച്ചിരുന്നുള്ളൂ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കിങ്സ്റ്റൺ ഡൗൺ ടൗണിലൂടെ നമ്മളൊരു ഐലൻഡിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ കുറേ ഐലൻഡ്സ് ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു ഐലൻഡിൽ പോകാൻ പറ്റുന്നത് വൂൾഫ് ഐലൻഡാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് വൂൾഫ് ഐലൻഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വൂൾഫ് ഐലൻഡിലേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് ഫെറി കയറണം. അപ്പം ഞങ്ങൾ ഫെറിയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏകദേശം 2.5 hours ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് അപ്പോൾ അത്രയും ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഏകദേശം നമ്മൾ ചുമ്മാ ഡൗൺ ടൗൺ ഒന്ന് കറങ്ങാം അല്ലെങ്കിൽ ഡൗൺ ടൗൺ കാണാമെന്ന് വിചാരിച്ചു. ഇതാണ് കിങ്സ്റ്റൺ ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ കിങ്സ്റ്റൺ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടുപിടിച്ചു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര ക്യൂ, ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഇവിടെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കാണാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പം നമ്മളിങ്ങനെ നടന്നു പോയപ്പോഴാണ് ഇങ്ങനെ കപ്പിൾസിൻ്റെ ഫോട്ടോസ് വരയ്ക്കുന്നത് കണ്ടത്. നല്ല അടിപൊളിയായിരുന്നു. നമുക്ക് ടൈം ഇല്ലായിരുന്നു, കാരണം നമുക്ക് ഫെറി കയറി ഐലൻഡിൽ പോകേണ്ടതുകൊണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫെറി എത്തി. ഞങ്ങൾ ഫെറിയിലേക്ക് കയറി. ഇവിടുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താവുന്നതേ ഉള്ളായിരുന്നു ഐലൻഡിലേക്ക്. ഏകദേശം ഒരു 1/2 hour ഒരു ഫെറി റൈഡേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ മേളിൽ കയറി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ, മൊത്തത്തിൽ നമുക്ക് ആ ഒരു ഏരിയ മൊത്തത്തിൽ കാണാം. പല ഐലൻഡുകളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ മേളിൽ കയറി നിന്നു. കുറേ ആൾക്കാർ നമുക്കവിടെ നിൽക്കാനുള്ള ഇരിക്കാനും എല്ലാ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 hour ഉള്ളൂ. നമ്മൾ അങ്ങ് എത്തി. ആ കാണുന്നതാണ് വൂൾഫ് ഐലൻഡ്. അങ്ങനെ ഞങ്ങൾ വൂൾഫ് ഐലൻഡിലേക്ക് ഇറങ്ങി. ഫസ്റ്റ് ടൈമാണ് നമ്മളൊരു ഐലൻഡിലേക്ക് വരുന്നത്. അത്യാവശ്യം തിരക്കുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 6 മണിയൊക്കെ, വൈകുന്നേരം 6 മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ഇവിടെ കുറേ ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഏകദേശം ഒരു 7 മണി ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാം ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരിടത്തും അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഐലൻഡ് മൊത്തത്തിലൊന്ന് കുറച്ചേ ഉള്ളൂ, ഭയങ്കര കുറച്ച് ആൾക്കാരെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് അടിച്ചു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്, അവർക്കുള്ള ഫാം, അങ്ങനെയാണ്. ഇവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇവർ ഈ ഫെറി കയറി വേണം അപ്പുറത്ത് എത്തിയിട്ട് വേണം ഇവർക്ക് കാര്യങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ തന്നെ. ഇവിടെയും സ്റ്റോഴ്സൊക്കെ ഉണ്ട്, പക്ഷെ അത്രയും ഇല്ല. അപ്പോൾ ഇവർ ഫെറി കയറി അപ്പുറത്ത് ചെന്നിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം വാങ്ങിക്കുന്നതും എല്ലാം ചെയ്യുന്നതും. നമ്മുടെ ഈ ഒരു സിറ്റി ലൈഫിൽ നിന്ന് നമുക്കൊരു ഒരു റിലീഫൊക്കെ വേണമെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ പോയി താമസിക്കണം. ഒരു വണ്ടികളുടെ സൗണ്ടോ ഒന്നുമില്ല, ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിട്ട് നമുക്ക് താമസിക്കാവുന്ന ഒരു സ്ഥലങ്ങളാണ് ഇങ്ങനത്തെ ഐലൻഡുകൾ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളിപ്പോൾ ചെന്നെത്തുന്നതാണ് ഇവിടുത്തെ ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. ഒരു ചെറിയ ഡൗൺ ടൗൺ ആണ്. വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ പോകുന്ന വണ്ടികളുടെ തിരക്കെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം ഐലൻഡിലേക്ക് വന്നതാണ്. ഈ ഐലൻഡ് കാണാൻ വരുന്ന ആ ഒരു തിരക്കേ ഉള്ളൂ. കുറച്ച് മനുഷ്യന്മാർ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം.
ഈ ഐലൻഡിലൂടെ ഒക്കെ പോകുന്ന ടൈമിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളൊരു സ്വിറ്റ്സർലൻഡിലൊക്കെ ഒരു എത്തിയ ഫീലാണ്. കാരണം അത്ര നല്ലൊരു ഭംഗിയാണ്. ആ ഒരു ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച് കിങ്സ്റ്റൺ ഡൗൺ ടൗണിലെത്തി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഫുൾ യാത്രയും കഴിഞ്ഞു. മൊത്തത്തിൽ ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നാളെ നമ്മൾ അടുത്ത ട്രിപ്പ് പോകുന്നുണ്ട്. അടുത്തത് നമ്മൾ പോകുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. സോ ടിൽ ദെൻ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.